നമസ്കാരം ഗൈസ്. സോ നമ്മളിപ്പോൾ പോകുന്നത് അബുദാബിയിലെ വൺ ഓഫ് ദ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. ആസ് വി ഓൾ നോ, കോർണിഷിന്റെ സൈഡിലുള്ള മരീന സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്ന അബുദാബിയുടെ ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പോയിന്റ്സ് ആണ്. കുറേ യാച്ചും ഷിപ്പും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ദർ വി ഹാവ് ഓൾറെഡി ബുക്ക്ഡ്. നമ്മളൊരു യാഷ് ബുക്ക് ചെയ്തിട്ടുണ്ട്. റോയൽ യാഷ് എന്ന് പറഞ്ഞൊരു യാഷ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ടുഡേ നമ്മൾ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോവാനാണ്. ആസ് യു ക്യാൻ സീ, നമ്മളിപ്പോൾ പോകുന്നത് കോർണിഷിന്റെ സൈഡിലൂടെയാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അബുദാബിയിൽ തന്നെ. ഈ ഒരു ഏരിയ ഫുൾ നമുക്ക് കോർണിഷിന്റെ ആ ഒരു സൈഡാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ഇന്നെന്ന് പറയുന്നത്. നമ്മളിപ്പം ആ ഒരു കോർണിഷിന്റെ സൈഡിൽ കൂടെ പോയപ്പോൾ അവരൊരു ബ്രോഷർ വന്നിരുന്നു. സോ നമ്മളത് വ്യൂ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഷിപ്പൊക്കെ പോയി കണ്ട്. സോ വി വർ ലൈക്ക് റിയലി ഇംപ്രസ്ഡ്. അപ്പം അന്നേരം നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വെയർ ഇട്ടിട്ടാണ് പോയത്. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഒരു ക്ലാസി ലുക്കിൽ പോവാമെന്ന് വിചാരിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നൗ വി ആർ ഗോയിങ്. ഒരു 6 to 7 കിലോമീറ്റേഴ്സ് ഉടനീളം നമുക്ക് കോർണിഷ് ബീച്ച് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആൾക്കാർ ദേ സ്പെൻഡ് ദെയർ ഈവനിങ്സ് റൈഡിങ് സൈക്കിൾസ്. അവർക്ക് ഒരു വാക്കിംഗ് സ്പോട്ടാണ്. എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ജോഗ് ചെയ്യാനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ കോർണിഷ് എന്ന് പറയാനാണെങ്കിൽ. ഈവൻ ദോ ഇറ്റ്സ് വാസ്റ്റ്, നമുക്കറിയാം ഈ ഒരു കോർണിഷ് സൈഡ് എന്ന് പറയുമ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ഒരു വൺ ഡേ ഒരു കോർണിഷ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി ഗുഡ് എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ആ ഒരു സൈഡാണെങ്കിൽ, നമ്മൾ പോകുന്ന ആ മരീന സൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് ഷിപ്സും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ ദർ ഇസ് ടു മെനി നമ്പേഴ്സ്. നമുക്ക് ഏത് ഷിപ്പ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, അവരെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇൻ കേസ് നമുക്ക് ആ ഒരു വൈബും സ്പേസും നമുക്ക് റിയലി എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിൽ ഗോ ഫോർ ബുക്കിംഗ്. അതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയാനാണെങ്കിൽ. സോ ഹിയർ ആസ് യു ക്യാൻ സീ, ഫൊണ്ടാന സർക്കസ് ആണ്. മറീന മോളിനോട് അടുത്ത് തന്നെ ഉള്ള ഒരു സ്പോട്ടിലാണ് അവർ സർക്കസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അബുദാബി കോർണിഷ് നേരത്തെ പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനും എല്ലാത്തിനും ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് മെറീനയുടെ സൈഡിലായിട്ടുള്ള പോർട്ടാണ്. ഇവിടെ ഷിപ്സും യാച്ചും ബോട്ടും എല്ലാം ഉണ്ട്. ഈവൻ വാട്ടർ സ്പോർട്സ് വരെ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റിയൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണത്. ഇപ്പം നല്ല വരണ്ട കാലാവസ്ഥയൊക്കെ ആയിട്ട് ഇപ്പം ആൾക്കാർ സഞ്ചരിക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ഫാമിലിക്കൊപ്പം വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണത്. സോ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന യാച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ആൻഡ് ഒരു 2 hour ജേർണിയിൽ നമുക്ക് ഫുഡും ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ദെയർ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഉള്ളിൽ കയറുന്നതും അവർക്ക് അവരുടെ ഹാളുണ്ട്, അവരുടെ ബൊഫേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ നമ്മൾ ബാൽക്കണിയിലാണ് നമ്മുടെ സ്പേസ് എടുത്തുകൊണ്ട് നമ്മൾ ബാൽക്കണിയിലാണ് നമ്മൾ ഫുഡ് കഴിച്ചതും അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനും ആഗ്രഹിച്ചത്. മുകളിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് അവരുടെ മുകളിലേക്കുള്ള സ്റ്റെയർസ്. അവിടെ എത്തി നമ്മളിതിപ്പം ബാൽക്കണിയിലാണ്. ആൻഡ് ദിസ് ഈസ് എ വ്യൂ ഫ്രം ബാൽക്കണി ഓൾസോ. സോ നമ്മളിപ്പോൾ ഉള്ളത് റോയൽ യാച്ച് എന്ന് പറഞ്ഞ യാച്ചിലാണ്. ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി കൂൾ. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ലൈക്ക് വാം വെൽക്കമിങ് അല്ലേ. ആൻഡ് ഈ ഒരു വൈബ് എന്ന് പറയുകയാണെങ്കിൽ രക്ഷയില്ല. കാരണം ഈ ഒരു സൈഡിലേക്കുള്ള ഒരു വ്യൂ ഇസ് ലൈക്ക് റിയലി സ്റ്റണ്ണിങ്. ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയാനാണെങ്കിൽ.
യാച്ച് ഒരു മൂവിങ് യാച്ചാണ്. സോ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ കോർണിഷിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ പോയി അവർക്ക് ഷോ ചെയ്യും. ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 3 to 5 2 hours ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഇപ്പം. ഒരു അല്ലേ, അപ്പുറത്ത് കണ്ടില്ലേ കുറേ ഷിപ്സ്, യാച്ച്, ക്രൂസ് എല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, വേഗം പോയി അടിയിൽ പോയി ഫുഡ് എടുത്തു. നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസ്ത ഉണ്ടായിരുന്നു ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ നോർമൽ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു വിത്ത് ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുപോലെ തന്നെ കബാബ് ഉണ്ടായിരുന്നു, ബീഫ് കബാബ് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു. ആൻഡ് നമുക്ക് ഈവൻ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ബക്ലവ, പിന്നെ ഉമാലി, ഇവിടുത്തെ സ്പെഷ്യൽ ലുക്കേമേത്ത്, അങ്ങനെ നല്ല നല്ല സ്വീറ്റ്സും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു വിത്ത് ഫ്രൂട്ട്സ്. അപ്പം ലഞ്ച് ഫുഡും വാസ് ലൈക്ക് 10 on 10 എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ അവിടുന്ന് സ്പെസിഫിക്കലി ട്രൈ ചെയ്ത ഒരു കോൺ സൂപ്പ് ആയിരുന്നു. ഇത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് തന്നെയാണ് അവിടെ തന്നിരുന്നത്. ഇറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ആസ്വദിച്ച ശേഷം എടുത്ത ലൊക്കേഷനിലേക്ക് തന്നെ എത്തിച്ചേരാൻ പോവുകയാണ് ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് റിയലി സ്റ്റണ്ണിങ്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും വാട്ടർ സ്പോർട്സ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. സോ നമ്മൾ എടുത്തുള്ളത് റോയൽ യാച്ചായിരുന്നു ആൻഡ് ദിയർ സർവീസ് വാസ് റിയലി ഗുഡ്. അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ, അബുദാബി വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഒരു ഷിപ്പോ യാച്ചോ ബോട്ടോ എക്സ്പീരിയൻസ് എടുക്കുന്നത് വളരെ ഗുഡായിരിക്കും. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റേതായ കുറവും കുറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇഫ് യു ലൈക്ക് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് മീ ആൻഡ് ഐ വിൽ സൈൻ ഔട്ട്.